എല്ലാം കുഞ്ഞാപ്പോ ഇജോടുക്കപ്പോ ചെരുപ്പൊക്കെ കൈ പിടിച്ച് പോണ്. എന്താ പറയ കുഞ്ഞാപ്പോ, എന്താ നേരമില്ലാത്ത? അതിന് ചെരുപ്പ് കൈ പിടിച്ചു എന്തിനാ? ഇന്നലെ ടി വി കാണാൻ പോയില്ലേ സുബൈത്താത്താർക്കിട്ടാ, ഞാൻ ചെരുപ്പ് ഇട്ട് പോയി. എന്നിട്ട് സുബൈത്താത്താർക്ക് ചെരുപ്പ് ഇട്ട് പോയപ്പോ ഒരാളാ ആ ചെരുപ്പൊക്കെ ഇട്ട് വന്നിട്ട് വലായ്മയൊക്കെ ചളിയാക്കി. ടി വി കാണാൻ വരുമ്പോ നിങ്ങൾക്ക് അറിയില്ല അതിന്റെ ബുദ്ധിമുട്ട്. ചെരുപ്പിട്ടിട്ട് കേറും ചളിയാക്കാൻ വേണ്ടിട്ട് കാരണം മേലില് ചെരുപ്പിട്ടിട്ട് കയറിയത് ചളിയാക്കാണ്ട് കണ്ടിട്ട് ഞാന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് പിന്നെ തോന്നി നമ്മളെന്തിനാ ചെരുപ്പിട്ട് പോണത്, ചെരുപ്പ് കയ്യെ പിടിച്ചിട്ട് പോയ പോരെ. അപ്പൊ ഞാൻ വിചാരിച്ച് ചെരുപ്പ് കയ്യെ പിടിച്ചിട്ട് ടി വി കാണാൻ പോവാൻ വിചാരിച്ച്. എനിക്ക് കാര്യം ചെയ്തൂടെ, എനിക്ക് ചെരുപ്പ് അവിടെ ഒതുക്ക് പുറത്തയച്ചിട്ടാണ് കയറിയ പോരെ, ഇവിടുന്ന് ഇട്ട് പോയിക്കൂടെ? അങ്ങനെ ചെയ്താ മതില്ലേ? ഇതൊരു പൊട്ടൻ തന്നെ, വെറുതെ എല്ലാ ആൾക്കാര് പറഞ്ഞു എനിക്ക് ബുദ്ധിയില്ലാന്ന്. ഞാൻ പറഞ്ഞല്ല, പറയണ്ടല്ലോ എന്റെ ഉമ്മക്ക് വയലാവ് കൂടുതലാണ്, എനിക്ക് വയലാവ് കൂടുതലാന്ന്. എന്തുകൊണ്ടാണ് ഇജ്ജ് ഇന്നെ ഇങ്ങനൊക്കെ പറയണ്ടല്ലോ? അതെന്റെ ഉമ്മ കേക്കട്ടെ. എന്റെ അമ്മ കേട്ടതെന്താ ദേഷ്യം പിടിക്കണ്ട്. അതല്ലേ പറഞ്ഞാണ്. എന്തല്ലത് പറയുന്നത്? അന്ന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അത് ഉമ്മാനോട് പോയി പറഞ്ഞു. ഒരു കാര്യം നടക്കണില്ല. എന്നിട്ട് അത് പറഞ്ഞു നടന്നെങ്കിൽ വലിയ കാര്യം കിട്ടുവോ? അല്ല ഇനിയിപ്പോ അത് ഉമ്മാനോട് പോയി പറഞ്ഞു കൊടുക്കണ്ടല്ലോ. ഇങ്ങനെ പറയാൻ പാടില്ല. അന്റെ ടി വി ഒരു ടി വി കൂടെ എന്നോട് പറയാനീ അങ്ങോട്ട് ചെറിയ ടി വി ഉണ്ടായിരുന്നടാ. വാവാ അതെ ഞാൻ എന്നോട് പറയാനേ 900 റുപ്യക്ക് ഉമ്മ വാങ്ങിയതാണ്. ഇമ്മ ഇത്ര തോനെ കായ് കൊടുക്കണ ഒരു 1000 റുപ്യ കൊടുത്താ പോരെ. ഇമ്മാക്കാണെങ്കിൽ ഒരു ബുദ്ധിന്ന് അറിഞ്ഞില്ല. 900 റുപ്യ കൊടുത്തിട്ട് ടി വി വാങ്ങിക്കണം. ഞാൻ ഇമ്മാട് പറഞ്ഞു, ഇമ്മ നിങ്ങൾ 1000 റുപ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ആയിട്ട് 1000 നമുക്ക് ചായ കുടിക്കുക, പൊറാട്ട തിന്നാ, ബിരിയാണി ഒക്കെ തിന്നൂടെ. ഉമ്മ അറിഞ്ഞു അവിടെ കുഞ്ഞാപ്പോ 900 മേടിച്ചില്ലേ, 1000 നിന്റതില്ല. അപ്പൊ അമ്മ ഞാൻ ഉമ്മാനെ പറയും 900 ഒരു 1000 റുപ്യ കൊടുത്താ പോരല്ലേ ഉമ്മക്ക്? 900 ആണ് 1000 തോനെ 1000. എന്നോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഉമ്മ പറയണ്ട് എന്താണ് ഞായറാഴ്ച വന്നപ്പോ ഞാനോ ഇവിടെ ടി വി ഉണ്ടായിന്ന്. ഉമ്മ വലിയ മൊസായിപ്പാർട്ടിയാണ്. ഉമ്മ പറയുണ്ടായി ഞാൻ ടി വി ഒന്നും കാണൂല. എന്നിട്ട് ഉമ്മ എന്തൊക്കെ ഈരിയലൊക്കെ ഇല്ലേ എന്റെ മുന്നിൽ എന്നിട്ട് കിടന്ന് കരയും. ഈരിയല് കണ്ടിട്ട് കിടന്ന് കരച്ചത് എന്നെട്ടാ. ഒരു ദിവസം ഞാൻ നോക്കുമ്പോ ഉണ്ട് ഉമ്മ ഒന്നാകെ ചേറി വിളിക്കുന്നു. ടി വി കത്തി. 24 മണിക്കൂറും കണ്ടാൻ തന്നെ അല്ലേ? ഏതൊക്കെ ആൾക്കാരെ നീ എങ്ങനെ കാണാച്ച് ചീറി പൊളിക്കട്ടാ. എന്നിട്ട് മോനെ ഇമ്മ പറയുന്നൊരു ജാനിയച്ചിനോട്, ജാനിയോ ഈ ടി വി ഞാൻ വാങ്ങി 900 റുപ്യക്ക് അപ്പൊ 5000 റുപ്യ ചെലവാക്കി. ഏതോ പഴയ ടി വി ആണ്. ഉമ്മാനെ ആൾക്കാർ പറ്റിക്കും ചെയ്തു. ഇമ്മ വലിയ വളവാത്തിയാണ് ഉമ്മാന്റെ വിചാരം. എന്നിട്ട് ഉമ്മാനെ പറ്റിക്കും ചെയ്തില്ലേ. അമ്മ അറിഞ്ഞ് ഇത് മുക്കിൽ ഇക്കട്ടെ. അതൊന്നല്ല, ആ ടി വി കടക്കാരൻ പറഞ്ഞു ഇതിനൊന്നും ചെയ്യാൻ പറ്റൂല, ഇതിന്റെ സാധനങ്ങളൊന്നും ഇപ്പൊ കിട്ടാനില്ല. ഉമ്മ വരൊന്നുമില്ല ഇപ്പൊ. ഉമ്മ പണിക്കോയിണ്ട്. എനിക്ക് ആക്കണ അല്ലെങ്കിൽ ഉമ്മ ഈ 900 കൊടുത്ത് വാങ്ങിയ കാരണമില്ല. 1000 കൊടുത്തില്ലെങ്കിൽ അത് വാങ്ങിയാ പറയുന്നില്ലല്ലേ? അപ്പൊ ഉമ്മക്ക് ടി വി കാണുന്നൊക്കെ ഉണ്ട്. ഇമ്മ ഇപ്പൊ സുബൈത്താത്താർക്ക് എങ്ങനെ വരിക? ഇമ്മ എപ്പോ ഉപദേശിക്കല്ലോ എല്ലാരോടും ടി വി ഒന്നും കാണരുത്, അത് കാണരുത്, ഇത് കാണരുത്. അപ്പൊ ഞാൻ സുബൈത്താത്താടെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ ഇത് പറഞ്ഞപ്പോ രസമായി. അവിടെ കയറി തന്നപ്പോഴേ അതിപ്പോ അങ്ങനെ തന്നെ ഈ ചളിയൊക്കെ ചവിട്ടിട്ട് ചെരുപ്പിട്ട് കയറി അങ്ങനെ തന്നെ പറയാ. പൊട്ടാ ഞാൻ ഈ ചെരുപ്പ് അവിടെ ഇത് അവിടെ വെക്കും, അങ്ങനെ കയറും. അപ്പൊ എനിക്ക് അതിലേക്ക് പൊട്ടാ, എനിക്ക് അതിലേക്ക് നല്ലത് ഇവിടുന്ന് വരെ ചെരുപ്പിട്ട് പോവാ. അനക്കാണ് തീരെ ബുദ്ധിയില്ലാത്തത്. ഞാനിപ്പോ ഈ പാടത്ത് കൂടെ ഞാൻ ചവിട്ടി വന്നില്ലെങ്കിൽ ഈ ചെരുപ്പുമ്പോ ചളിയാവും. അപ്പൊ എന്റെ കാൽമ ചളിയാലും കുഴപ്പമില്ല. കാൽമ ചളിയൊന്നും ആവൂലേ? കാൽമ ചളിയാവും വെള്ളത്തിൽ കൂടെ അല്ലേ പോണല്ലേ? വെള്ളത്തിൽ കൂടെ അല്ലേ പോണത്. അങ്ങനെ വരുവോ? അല്ല എന്താ എന്നിട്ട് ഭക്ഷണത്തിൽ കഴിച്ചി വയറൊക്കെ കൊണ്ട് ഒട്ടിക്കണ്. കാലോണ്ട് വെച്ചായിട്ട് ആ ഉളിക കുടിച്ചപ്പോളേ വയറ് ഭയങ്കര കാളല്. എന്നിട്ട് അപ്പൊ ഒന്നും കഴിക്കണില്ല, തിന്നൊക്കെ തോന്നും, പക്ഷെ കാണാൻ പറ്റുന്നില്ല. എന്താ
ഞാൻ എന്നോട് പറഞ്ഞ ഒറ്റത്തരം ചെയ്ത കാരണം ഇവിടെ വലിയ നോക്ക് ഇന്നലെ കാണിച്ചു തന്നില്ലേ ഇപ്പൊ പോയിത്തിക്കണ് എന്റെ കാലൊക്കെ വീർത്തിട്ട് അങ്ങനൊക്കെ കുത്തിപ്പൊട്ടിക്കാൻ പാടുണ്ടോ കാലുമ്പോ നീര് കയറിട്ടേ അപ്പൊ എന്നിട്ട് ഞാന് ഒന്നുകൂടി പോയാ രാവിലെ പിന്നെ എല്ലാം ശ്രദ്ധിച്ചാ കുഞ്ഞാപ്പോ ഇപ്പൊ പൊന്നാലിലൊക്കെ എന്താ പനിയൊക്കെ ഉണ്ട് കേട്ടാ ഡെങ്കിപ്പനിയാ അല്ല അപ്പൊ ഇങ്ങോട്ട് പകരം നോക്കി ഇങ്ങനെ ഇറങ്ങി ഇറക്കണ്ട ഈ ചളിക്കൂടൊക്കെ കൊതുകൊക്കെ കടിച്ചാലേ പെരയിലൊരു ഭാഗത്തിരുന്നോ ഈ ഇങ്ങോട്ട് വളത്തിന് നടക്കണ്ടെന്ന് ഇന്നൊരു കാര്യം ചെയ്യാ ഞാൻ ഇനിയിപ്പോ ടി വി കാണാൻ പോണേ ചേപ്പിട്ട് പെരേക്ക് പോവല്ലേ അതാണല്ലേ ഇത് പെരേക്ക് പോയിക്കൊന്ന ഞാൻ പോട്ടെ എന്നാ പോയിക്കൊന്ന നാളെ പോവല്ലേ അതാണല്ലേ മറ്റേത് ചളി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരുന്നു കണ്ടില്ലേ എന്നാ ഞാൻ പോട്ടെടാ എന്നാ പോയിക്കൊന്ന